നമ്മൾ കണ്ടത് ഏറ്റവും വൈറലായ ഗുരുവായൂരപ്പന്റെ ഉറിയടി നൃത്തമാണ് മമ്മിയൂർ ക്ഷേത്രത്തിൽ. ആ ഉറിയടി നൃത്തം നടത്തിയ കണ്ണനും രാധമാരും കുചേലനുമാണ് എന്നെ ഒപ്പമുള്ളത്. നാളത്തെ വൈറൽ താരങ്ങളാണെന്നൊരു സംശയമില്ല നമുക്ക് പറയാൻ സാധിക്കും. അത്രമാത്രം ഭംഗിയിൽ ഉറിയടി നൃത്തം നടത്തിയ കണ്ണനും രാധമാരുമാണ്. നമുക്ക് ആദ്യം കണ്ണനെ പരിചയപ്പെടാം. കണ്ണന്റെ പേരെന്താ? സമ്പ്രദ വിനോദ്. ഞാൻ വെറുതെ പറയുന്നതല്ല, സാക്ഷാൽ ഗുരുവായൂരപ്പൻ മുന്നിൽ നിൽക്കുന്ന പോലെ കണ്ടപ്പോ തോന്നി. അത്ര ഭംഗിയുണ്ട് കാണാൻ. ആരാണ് ഇങ്ങനെ ഒരുക്കിയത്? ഞങ്ങളുടെ ഗിരീഷ് മാഷ്. നിങ്ങൾ എല്ലാവരും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അവിടെ നിൽക്കുന്ന സമയത്ത് ശരിക്കും പ്രാർത്ഥിച്ചൊക്കെ നിൽക്കുമായിരുന്നു. ഒരുപാട് നാളത്തെ ഒരു പ്രയത്നമാണോ ഇന്ന് ഞങ്ങൾ കണ്ടത്? അതെ, കഴിഞ്ഞ 1.5 മാസത്തോളം ഞങ്ങള് വ്രതം എടുത്തിട്ടും ഡെയിലിയുള്ള പ്രാക്ടീസോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ അരങ്ങേറിയിട്ടുള്ളത്. അതാണ് ഞങ്ങൾ അത്രയും പ്രാർത്ഥിച്ചിട്ടും എല്ലാം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ആ ഗുരുവായൂരപ്പനെ വിളിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്ത് തോന്നി ഉറിയടി നൃത്തം കഴിഞ്ഞപ്പോ? എന്ത് തോന്നി? സന്തോഷം തോന്നി. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കാരണം എല്ലാം ഭംഗിയായി നടക്കണം, അതാണ് ആഗ്രഹം. എന്താണ് കൃഷ്ണന്റെ യഥാർത്ഥ പേര്? എന്റെ സമ്പ്രദ വിനോദ്. എത്രയിലാ പഠിക്കുന്നേ? ഞാൻ ഡിഗ്രി 3rd ഇയർ ആണ്. ഡിഗ്രി പഠിക്കുവാണ്. ഡിഗ്രി പഠിക്കുന്ന ഗുരുവായൂരപ്പനാണ്. കണ്ണനാണോ? കണ്ണനാണല്ലേ? നൃത്തം പഠിക്കുന്നുണ്ട്. കുചേലൻ കൂടി ഉണ്ട്. കണ്ണനൊപ്പം എപ്പോഴും കുചേലൻ ഉണ്ടാവുമല്ലോ അല്ലേ? എന്താ കുചേലന്റെ പേര്? ഒരു മാസത്തെ പ്രയത്നമാണ്. എന്ത് തോന്നി നൃത്തം കഴിഞ്ഞപ്പോ? പറയാൻ വാക്കുകളില്ല, അങ്ങനെയാണോ? ഓക്കെ. ഇതാ കണ്ണന്റെ കൂടെ ഉള്ള ആളുകളാണ്. കണ്ണനൊപ്പം നൃത്തം വെച്ചപ്പോ എന്ത് തോന്നി? വളരെ സന്തോഷമായി. ഞങ്ങളുടെ 1.5 ദിവസത്തെ എല്ലാ വ്രതവും എല്ലാം ഗുരുവായൂരപ്പന്റെ ഒരു ഇത് കാരണം എല്ലാം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം. എന്താ പേര്? മോളുടെ പേരെന്താ? ആൻമിക. പേരെന്താ? നന്ദന. നൃത്തം പഠിക്കുന്നുണ്ടോ? കുറെ വർഷമായിട്ട്? ഒരു മാസമായിട്ടുള്ള പ്രയത്നമാണ്. ഇനി നേരെ ഗുരുവായൂർക്കാണോ? ഇനി ഇവിടുന്ന് കളിച്ച് ഗുരുവായൂർ പോ. എന്താ പേര്? അശ്വതി. മോളുടെ പേരെന്താ? എന്റെ പേര് വൈഗ. നിങ്ങൾ എല്ലാവരും ഒരുപാട് വർഷമായിട്ട് നൃത്തം പഠിക്കുന്ന ആളുകളാണോ? ആദ്യമായിട്ടാണോ ഗുരുവായൂരില് നിങ്ങള് ഇവിടെ മമ്മിയൂരിൽ നിങ്ങൾ ഉറിയടി നൃത്തം നടത്തുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ടാണ് കൃഷ്ണനാവുന്നത്? അതെ. അപ്പൊ കൃഷ്ണനായപ്പോ മനസ്സിൽ എന്താ തോന്നി? യഥാർത്ഥ കൃഷ്ണൻ നിൽക്കുന്ന പോലെയാണോ? വളരെ സന്തോഷം. ഗുരുവായൂർ അഷ്ടമി രോഹിണിയുടെ ഒരു ഭാഗമാവുന്നത് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യ. അതുപോലെ തന്നെ ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഇതിന്റെ ഒരു ഭാഗമാവണേ. ആ ഭാഗമായി തന്നെ ഉറിയടി കൃഷ്ണനായിട്ട്. അതിൽ പല ഭാഗ്യ ജീവിതത്തിൽ കിട്ടാനില്ല. ഇങ്ങനെ കൃഷ്ണന്റെ പൂർണ്ണമായി കൃഷ്ണനായി മാറിയപ്പോ വേഷം മൊത്തം കഴിഞ്ഞ സമയത്ത് എന്താണ് കണ്ണാടി നോക്കിയപ്പോ തോന്നിയത്? വളരെ സന്തോഷം തോന്നി. വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? അമ്മയ്ക്കും അച്ഛനൊക്കെ ഭയങ്കര സന്തോഷമായി അവർക്ക് കണ്ടപ്പോ. എനിക്ക് തന്നെ ഈ വേഷം അണിഞ്ഞപ്പോ കണ്ണു നിറഞ്ഞു. അച്ഛനും അമ്മയ്ക്കൊക്കെ സന്തോഷം. കുചേലൻ എന്താ പറയണ കണ്ണനെ കണ്ടിട്ട്? ശരിക്ക് കണ്ണമെന്ന് തോന്നി. കണ്ണന്റെ ചിരി സൂപ്പറാണ് അല്ലേ? കുചേലൻ എങ്ങനെയുണ്ട്? അത് മാത്രമല്ല, ഈ ഓരോ വർഷവും ഈ ഉറിയടി കഴിയുമ്പോ ആളുകളൊക്കെ ഭയങ്കര വൈറൽ ആവാറുണ്ടല്ലോ. ഇത് കാണാറുണ്ടോ? ഓരോ വർഷം ഈ കൃഷ്ണനൊക്കെ ആൾക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര കാണാറുണ്ടോ? അന്ന് ആഗ്രഹിച്ചിരുന്നോ അങ്ങനെ ചോദിച്ചാ കണ്ട് ഇതായിട്ടുണ്ട്. പക്ഷെ ഇത് ചെയ്യാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കണ്ട് നമ്മള് അവർക്ക് ഭാഗ്യം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും വലിയ ഭാഗ്യമാണ് ഇവിടെ അവതരിപ്പിക്കാന്നുള്ളത്. അത് കണ്ട് നമ്മള് ആഗ്രഹിച്ചിട്ടുണ്ട്. അതായത് എന്തൊരു ഭാഗ്യമാണ് അവർക്കൊക്കെ കിട്ടിയത്. പക്ഷെ ഇത്തവണത്തെ വൈറൽ കണ്ണനാണോ? അതറിയില്ല. ഒരു ചെറിയൊരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുമോ നമ്മുടെ ന്യൂസ് 8ന്റെ പ്രേക്ഷകർക്കായിട്ട്? കുഞ്ഞ് പറ്റില്ല. ഓക്കെ, അങ്ങനെ പറ്റില്ല. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇറങ്ങിയിട്ട് കളിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ഇറങ്ങിയിട്ട് ഘോഷയാത്രയായിട്ട് പോവാണ്. യെസ്, അപ്പൊ എന്തായാലും ഉറിയടി നൃത്തം നടത്തിയ കണ്ണനും ഗോപികമാരുമാണ് ന്യൂസ് 8നൊപ്പം ചേർന്നത്. വി വിനോദനും എം എസ് അനീഷ് കുമാറിനുമൊപ്പം ഭവ്യ പാർവതി, ന്യൂസ് 8.